സുന്ദർ സിയുടെ ഡയറക്ഷനിൽ അദ്ദേഹവും അതുപോലെ തന്നെ തമന്ന, രാശി ഖന്ന പോലുള്ള താരങ്ങളാണ് അണിനിരന്ന് 2024 തമിഴിൽ സൂപ്പർ ഹിറ്റ് സിനിമയായി മാറിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അരമനെ ഫ്രാഞ്ചൈസി എന്ന 4ാമത്തെ സിനിമയാണിത്. ഇപ്പോൾ അരമനെ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയും ഇത് തന്നെയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദർ സി അദ്ദേഹത്തിൻ്റെ ഫുൾ കഴിവും ഈ ഒരു സിനിമയിലേക്ക് പുറത്തെടുത്തിരിക്കുകയാണ്. ആൻഡ് ഈ സിനിമ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം 2024 തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് ഗ്രോസ് നേടിയൊരു സിനിമയാണ്. കാരണം 30 കോടി രൂപ ബഡ്ജറ്റ് എടുത്ത സിനിമ 100 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു. ഇത് തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രി 2024 ആദ്യത്തെ 100 കോടി സിനിമയും. മലയാള ഈ ഒരു തമിഴ് ഇൻഡസ്ട്രി സംബന്ധിച്ചോളം ഇതൊരു ഭയങ്കര എവല്യൂഷൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ഇംഗ്ലീഷ് സിനിമയ്ക്ക് ടഫ്, ഇംഗ്ലീഷ് സിനിമകളിലെ പല സീനുകളും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സീനുകളാണ് ഈ സിനിമയിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. വെൽ അപ്രിഷ്യേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും കാണാത്തവരൊന്ന് കണ്ടിരിക്കുക. സിനിമ ഇപ്പോൾ OTTയിൽ അവൈലബിൾ ആണ്. ഓഫ്കോഴ്സ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക എന്നൊരു സിനിമയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവറായിട്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ഒരു സിനിമ കഥ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. സ്പോയിലറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടാണ് സുന്ദർ സി കഥ എഴുതിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം റിവേഴ്സ് സൈക്കോളജിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം അത് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമയിലെ മിക്ക സീനുകളും കാണാൻ നേരത്ത് നമുക്ക്, അതായത് പ്രത്യേകിച്ച് സിനിമയിലെ കോമഡി സീൻസ് കാണാൻ നേരത്ത് നമുക്ക് കരയാനും ഈ സിനിമയിലെ സെൻറ്റിമെൻറ്റ് സീൻ കാണാൻ നേരത്ത് നമുക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട്. അതിൽ തന്നെ തമന്ന ഏറ്റവും നല്ല ആക്ട്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ ഇതിനു മുമ്പുള്ള സിനിമകൾ പല സിനിമകളിലും അവർ ഹ്യൂമറസ് റോൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ അവരെ ഹ്യൂമർ നോക്കുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് ഒരു അവാർഡ് തന്നെ, ഒരു ബെസ്റ്റ് കോമഡി ആക്ട്രസിൻ്റെ അവാർഡ് തന്നെ തമന്നയ്ക്ക് ഈ സിനിമയെ കൊടുക്കേണ്ടത്. അത്രയ്ക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ഈ പടത്തിലെ ക്ലൈമാക്സ് സീൻസിലൊക്കെ വരുന്ന ആ ഒരു ആ ഒരു വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് മൂവിയോട് ഇടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീൻസാണ് വെച്ചിരിക്കുന്നത്. ഇവരെ ഞാൻ എവിടെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വച്ച കണ്ട പരിചയമുണ്ട്. ഇമ്പസീവ് ആയിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ, ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് എങ്കിൽ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സിനിമ. ഇത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.